जय गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनन्दना जय व्रजजनरञ्जना जय यशोदनन्दना जय व्रजजनरञ्जना जय यमुनतिरवनचारी जय कुञ्ज बिहारी जय यमुनतिरवनचारी जय कुञ्ज बिहारी जय राधमाधवा जय कुञ्ज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम्। അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ ദീപശിഖ കൊണ്ട്, വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ എൻ്റെ സാദര നമസ്കാരങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ശില്പമാതാജി. വന്ദേഹം ശ്രീ ഗുരു. वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरु वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ജ്യോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ പ്രധാന അധ്യായങ്ങളിൽ ഒന്നായ കർമ്മയോഗത്തിലൂടെയാണ് നമ്മൾ പോയത്. കർമ്മയോഗത്തില് നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് അവിടെ പഠിച്ചിരുന്നത്. ഒന്ന് യോഗ, എന്താണ് കർമ്മയോഗം എന്നുള്ളത്. 3 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ യോഗത്തെ കുറിച്ച് പഠിച്ചത്. യോഗ ലാഡർ തന്നെയാണ് 3 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ. പിന്നെ നമ്മൾ കർമ്മകാണ്ഡത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക്, അതായത് നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ
ഭഗവാന് സമർപ്പിതമായിട്ട്, അതായത് യോഗ ആയിട്ട്, കർമ്മയോഗമായിട്ട്, നമ്മുടെ യോഗമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് 10 മുതൽ 16 വരെയുള്ള ശ്ലോകത്തിലൂടെ നമ്മൾ പഠിച്ചു. പിന്നെ ഒന്നുകൂടെ അതിനെ വ്യക്തമാക്കി എന്താണ് കർമ്മയോഗം എന്നുള്ളത് 17 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ആ കർമ്മയോഗം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ദുഷിച്ച മനസ്സിനെ എങ്ങനെ ശരിയാക്കാമെന്ന്, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് പിന്നീട് 36 മുതൽ 43 ശ്ലോകം വരെ നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൻ്റെ ചെറിയ സമ്മറി ഇന്ന് 2 പേരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന് നന്ദന, പിന്നെ പ്രഹ്ലാദൻ ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് നന്ദനയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഹരേ കൃഷ്ണ. നന്ദന, സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഭക്തിയാണ്. എല്ലാവർക്കും ഒരു മെത്തേഡ് തന്നെ ആവണമെന്നില്ല എല്ലാവരും ഫോളോ ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന പാത്തും ഡിഫറെന്റ് ആവാനോ. അപ്പം എല്ലാ ഭക്തന്മാരും നമുക്ക് ഒരു ത്രെഡിൽ അല്ലെങ്കിൽ ഒരു ചരടിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനോ കോർക്കാനോ പറ്റില്ല. കാരണം ഈവൻ അവര് പ്രാർത്ഥിക്കുന്നത് ഒരു ഭഗവാനെ ആണെങ്കിലും അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ എല്ലാവരുടെയും ഒന്നാണ്. പക്ഷെ നമുക്ക് എല്ലാവരെയും ഒരു ഗ്രൂപ്പിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ ഭക്തിയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നേക്കാൾ നല്ലൊരു ഭക്തൻ അയാളെന്ന് അല്ലെങ്കിൽ ഞാനാണോ വേറൊരാളുടെ കാൽ വലിയൊരു ഭക്തൻ എന്നോ പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റുന്നത് ആകെ ഭഗവാനെ മാത്രമാണ്. അത് ഭഗവാനെ മാത്രമേ മനസ്സിലാവുകയും ചെയ്യുള്ളൂ ആരാണ് ഒരു ട്രൂ ഭക്തൻ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ എങ്ങനെയാണ് തന്റെ ഭക്തനെ ചൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കഥയാണ്, തീരുമാനിക്കുന്ന ഒരു കഥയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ നാരദമുനിയെ എല്ലാവർക്കും അറിയാമല്ലോ. ഭഗവാന്റെ ഒരു പ്രിയപ്പെട്ട ഭക്തനാണ് നാരദമുനി. 14 ലോകങ്ങളിൽ സഞ്ചരിച്ച് പിന്നെ ഭഗവാന്റെ നാമജപങ്ങൾ എല്ലാ സമയവും ഉരുവിട്ട്, പിന്നെ അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശം തന്നെ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശം. അതുകൊണ്ട് തന്നെ ഭഗവാനോട് എന്തും ചോദിക്കാം അല്ലെങ്കിൽ പറയാം, ഏത് സമയത്തും വൈകുണ്ഠത്തിൽ പോകാം എന്നുള്ളൊരു അധികാരവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വൈകുണ്ഠത്തിലെ ഒരു സ്ഥിരം വിസിറ്ററും കൂടിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വൈകുണ്ഠത്തിൽ പോവുകയും ഭഗവാൻ ആ സമയത്ത് അവിടെ ലക്ഷ്മി ദേവിയുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ റൈറ്റ്, സിൻസ് ഭഗവാൻ നാരദമുനിക്ക് റൈറ്റും കൊടുത്തിട്ടുണ്ടല്ലോ, എന്തും ചോദിക്കാം എന്നുള്ളതും താനാണ് തന്റെ നാരദമുനിയാണ് പ്രിയപ്പെട്ട ഭക്തൻ എന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പം ഞാൻ എന്നൊരു ഭാവം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും ഞാനാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തൻ. പക്ഷെ അത് ഭഗവാൻ തന്നെ അദ്ദേഹത്തിനോട് പറയണം, അതായത് നാരദമുനിയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തൻ എന്ന്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കും ഭഗവാനോട്. അപ്പം ഭഗവാൻ പറഞ്ഞു പിന്നെന്താ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് ചോദിക്കും ആരാണ് അദ്ദേഹത്തിന്റെ അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്തൻ ആരാണെന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറയും എനിക്ക് ഒരാളെ മാത്രം പറയാൻ പറ്റില്ലല്ലോ, കാരണം ഈ 14 ലോകങ്ങളിലും എന്നെ ആരാധിക്കുന്നവരായി കുറെ പേരുണ്ട്, അവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരാണ്. എന്നാലും ഒരാളുടെ പേരുണ്ടാവുമല്ലോ, അയാളുടെ പേര് എന്നോട് പറയണം എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും ഓക്കെ, ഞാൻ ഒരാളുടെ പേര് പറയാന്ന് പറയും. അപ്പം നാരദമുനി വിചാരിക്കുന്നത് തന്റെ പേര് പറയാന്നാണ്. കാരണം സദാസമയം നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവും, വേറെ ആരും അങ്ങനെ വിളിക്കാനുള്ള ചാൻസും ഉണ്ടാവില്ല, ഞാൻ മാത്രമാണെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അപ്പം ഭഗവാൻ പറയും എനിക്ക് ഭൂമിയില് കൊസലപുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജഗുബായ് എന്ന് പറഞ്ഞൊരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട ഭക്തനാണെന്ന് പറയും. അപ്പൊ അത് കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന് സങ്കടം വരും. അല്ലെങ്കിൽ തോന്നും അതെന്താ ഭൂമിയിലുള്ള ഒരാളെ പേര് പറഞ്ഞത്, ഞാനവിടെ ഉണ്ടാവുമ്പോ കാരണം ഞാനല്ലേ സദാസമയം അങ്ങയുടെ നാമം. പക്ഷെ അത് പറയത്തില്ല, തന്റെ സ്വന്തം മനസ്സിലാണ് വെച്ചിരിക്കുന്നത്, ആരോട് പറയും എന്ന രീതിയിൽ. എന്നിട്ട് അതെന്താ ഭൂമിയിലുള്ള ഒരാളുടെ പേര് പറഞ്ഞ് ഇത്രയും ലോകങ്ങൾ ഉണ്ടായിട്ടും കാരണം അദ്ദേഹം ഇപ്പം കാരണം എന്താണെന്ന് ചോദിക്കും.
അപ്പം പക്ഷെ നാരദമുനിയുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടെങ്കിലും നാരദമുനി പറയും എന്നാ പോയി ഞാനൊന്ന് കണ്ടോട്ടെ അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്തൻ ആരാണെന്ന് ചോദിക്കും. അപ്പൊ പിന്നെന്താ തീർച്ചയായും പോയി കാണുമെന്ന് പറഞ്ഞിട്ട് നാരദമുനി ഇൻവിസിബിൾ ആയിട്ട് ഭൂമിയിൽ ചെല്ലും. ഭൂമിയിൽ ചെന്നിട്ട് ഇദ്ദേഹത്തിന്റെ കർഷകന്റെ ഈ വീട്ടിൽ മുന്നിൽ പോയി നിൽക്കും. ഇദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫ് റുട്ടീൻ ഇങ്ങനെ നോക്കും. അദ്ദേഹം അതിരാവിലെ എണീക്കും. ഈ കർഷകൻ രാവിലെ എണീച്ച് പ്രാർത്ഥിക്കും, പൂജ ചെയ്യും, ജപിക്കും, പിന്നെ തന്റെ ജോലിക്ക് പോകും, പിന്നെ രാത്രിയാവും തിരിച്ചു വരാനും. എന്നിട്ട് രാത്രിക്ക് തിരിച്ചു വരും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെറിയ പണികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ആദ്യം പ്രാർത്ഥിക്കും, പിന്നെ കിടക്കും. അത് അങ്ങനെ കുറച്ചു നാൾ ഈ സെയിം റുട്ടീൻ തന്നെ അദ്ദേഹം നാരദമുനി സെയിം റുട്ടീൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് വിചാരിക്കും, ഇതിൽ എനിക്കൊന്നും സ്പെഷ്യലായി തോന്നിയില്ലല്ലോ. രാവിലെ ഇച്ചിരി നേരം പ്രാർത്ഥിക്കും, പിന്നെ തന്റെ കർമ്മങ്ങൾ ചെയ്യും, പിന്നെ രാത്രി അതേ പ്രാർത്ഥിക്കും, പിന്നെ അദ്ദേഹത്തിന്റെ പണികളാണല്ലോ കൂടുതൽ ചെയ്യുന്നത്, വേറെന്താ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകും. വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഭഗവാനോട് പറയും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയും. അപ്പം ഭഗവാൻ പറയും, ചോദിക്കൂ, ഞാൻ പറയാന്ന് പറയും. അപ്പം നാരദമുനി, എനിക്ക് ഇദ്ദേഹത്തിൽ, അതായത് ഈ കർഷകന്റെ എന്താ അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, എല്ലാരെയും പോലെ തന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു, ഇച്ചിരി നേരം പ്രാർത്ഥിക്കുന്നു, അല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പം ഭഗവാൻ ചിരിക്കും അത് കണ്ടിട്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഭക്തന്മാരായ ദേവന്മാർക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് നാരദമുനിക്കും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നാരദമുനി, പിന്നെ എന്താ, ഞാൻ ചെയ്യാലോ, കാരണം അങ്ങ് പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്, അങ്ങേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മൊത്തം സമർപ്പിച്ചിരിക്കുന്നേ പറയും. അങ്ങനെ ആ ടാസ്ക് പറയും. ഭഗവാൻ പറയും, ഞാൻ അവിടെ ഒരു നിറകുടത്തില് എണ്ണ നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ടാസ്ക്. അത് എടുത്തിട്ട് ഈ ഭൂമി മൊത്തം ചുറ്റി തിരിച്ചു വരണം, ഒരു ഡ്രോപ്പ് പോലും തുളുമ്പാതെ. അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയാന്ന് പറയും. അപ്പൊ അത് പിന്നെ അദ്ദേഹം നാരദമുനി പറയും, പിന്നെന്താ, ഞാൻ ചെയ്യാലോ, എന്നെ കൊണ്ട് പറ്റും, ഞങ്ങ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പം കുടം എടുത്തിട്ട് ഭഗവാൻ വെച്ചു കൊടുക്കും തലയിൽ. അപ്പൊ വെക്കുന്നതും കുടം തലയിൽ വെക്കുന്നതും നാരദമുനി ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും. അതിൽ മാത്രം കോൺസെൻട്രേറ്റ്, വേറെ ഒന്നും പറയാനോ സംസാരിക്കാനോ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം ഈ തുളുമ്പാതെ തിരിച്ചു വരണം, അതാണ് മെയിൻ എയിം അദ്ദേഹത്തിന്റെ. അപ്പം അങ്ങനെ ഒരു ഡ്രോപ്പ് പോലും താഴെ വീഴ്ത്താതെ അദ്ദേഹം ഭൂമി മൊത്തം ചുറ്റി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്തിയിട്ടാകുമ്പോ ഹാപ്പി ഭയങ്കരമായിട്ട് അദ്ദേഹം ഹാപ്പിയാണ്. കാരണം ഞാൻ ഒരു ഡ്രോപ്പ് പോലും എത്തിച്ചില്ല, അപ്പൊ ഞാനാണ് പ്രിയപ്പെട്ട ഭക്തൻ, ഇനി പറയാലോ എന്ന് പറയും. എന്നിട്ട് ഭഗവാൻ ചിരിക്കും. എന്നിട്ട് പറയും, ഓക്കെ, എനിക്കും സന്തോഷമായി, ഒരു ഡ്രോപ്പ് പോലും മുറ്റിച്ചില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, ഈ പോകുന്ന വഴിയെല്ലാം എന്നെ ഒരു വട്ടെങ്കിലും ഓർത്തോന്ന് ചോദിക്കും. അതും പോട്ടെ, എന്റെ നാമം ഒരു വട്ടെങ്കിലും ജപിച്ചോന്ന് ചോദിക്കും. അപ്പൊ അത് പറഞ്ഞപ്പോ നാരദമുനി ഒരു മിനിറ്റ് സ്റ്റെക്കായി നിൽക്കും. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നിട്ട് അപ്പൊ പറയും, അങ്ങ് എനിക്ക് ഒരു കർമ്മം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു കർത്തവ്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാനത് കംപ്ലീറ്റ് ആയി ചെയ്തു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് എങ്ങനെ ഓർക്കാൻ സമയം, കാരണം ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നില്ല, അത് അത്രയും വലിയൊരു തെറ്റാണോ എന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ ചിരിച്ചു കഴിഞ്ഞിട്ട് മായയില് ക്രിയേറ്റ് ചെയ്തിട്ട് നാരദമുനി കണ്ട അതേ ഇമേജ് അപ്പൊ കറന്റ് ആയിട്ട് ഭൂമിയിൽ നടക്കുന്ന ജഗുബയുടെ വീട്ടിന്റെ മുന്നിൽ ആദ്യം കാണിച്ചു കൊടുക്കും. ഇപ്പൊ കൂടാതെ അദ്ദേഹത്തിന് ആ കർഷകന്റെ മനസ്സും കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ഈവന്തോ രാവിലെ ഇനി പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് രാവിലെ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു, രാത്രി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു. പിന്നെ അതൊരു പ്രോസസ്സാണ്. നാരദമുനിയും അത്രേ കണ്ടത്. പക്ഷെ വേറെ ആരും കാണാത്തതാണ് ഭഗവാൻ കാണുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടപ്പോ ഒരുപക്ഷെ നാരദമുനിയേക്കാൾ ഭഗവാന്റെ നാമം സദാസമയം പറയുന്നത് ഇദ്ദേഹം കർഷകനാണ്. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാരായണ നാരായണ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈവൻ പശുക്കളെ, കർഷകനായതുകൊണ്ട് തന്നെ പശുക്കളെ മേയ്ക്കുന്ന സമയത്തും കൃഷ്ണന്റെ വൃന്ദാവന ലീലകളൊക്കെയാണ് അദ്ദേഹം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷെ അത് പുറത്തുള്ള ഒരാൾക്കും അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവന്തോ അപ്പം ഭഗവാനും അത് തന്നെയാണ് പറയുന്നത്, പുറത്ത് വേറൊരാൾക്ക് അത് കാണാൻ പറ്റുന്നില്ല, അത് എനിക്ക് മാത്രമേ കാണാനും പറ്റുന്നുള്ളൂ. ഈവന്തോ അദ്ദേഹം അത്രയും വലിയൊരു ഭയങ്കര ടഫ് ആയിട്ടുള്ള പണികളുമാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പൊ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അദ്ദേഹം എന്നെയും കൂടി ആ സമയത്ത് ഓർക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്നാണ് ഭഗവാൻ പറയുന്നത്.
അങ്ങനെ ഇത് ഞാൻ ഓരോ മനുഷ്യരെയും ഭൂമിയിലേക്ക് വിടുന്നത് ഓരോ കർമ്മങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് അവരെ വിടുന്നത്. പക്ഷെ ഭൂമിയിലെത്തുന്ന മനുഷ്യർ എന്താന്ന് വെച്ചാല് ആ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ആ കർമ്മങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എനിക്ക് തന്നെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ ടൈം, ആ പ്രോമിസ് അവര് ഭൂമിയിൽ എത്തുമ്പോൾ അത് മറക്കുന്നു. പക്ഷെ അതില് ആ പ്രോമിസും പിന്നെ ഞാൻ കൊടുത്ത കർമ്മങ്ങളും ഈ രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അവരെയാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തർ, അല്ലെങ്കിൽ അവരാണ് എന്റെ ഉത്തമ ഭക്തർ ആയിരിക്കണം എന്നാണ് ഭഗവാൻ നാരദ മുനിയോട് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നാരദ മുനിക്ക് തന്റെ തെറ്റ് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. നാരദ മുനിക്ക് സ്വന്തം അറിയാം തന്റെ ജന്മോദ്ദേശം തന്നെ മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറയുകയും ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ള ജീവിതമാണെന്നും അതിലധികം കഷ്ടത നിറഞ്ഞ പണികളൊന്നും ചെയ്യാനില്ല. പിന്നെ ഫസ്റ്റ് ടൈം ഒരു ഹാർഡ് ജോബ് കിട്ടിയ സമയത്ത് താൻ ഭഗവാനെ മറന്നു. പക്ഷെ ലൈഫ് ലോങ് ആയി കർഷകൻ ഹാർഡ് ജോബ് തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജോബൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. എന്നിട്ടും ആ ഹാർഡ് ജോബ് ചെയ്യുമ്പോഴും ഈ കർഷകൻ ഭഗവാനെ ഓർത്തോണ്ടാണല്ലോ എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ തന്റെ തെറ്റ് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. ഈ കാര്യം തന്നെയാണ് ഭഗവാൻ കർമ്മയോഗത്തിലും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ഒരു കർമ്മം തന്നിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ ഡ്യൂട്ടിയാണ് ഭഗവാൻ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ അയാളുടെ ഡ്യൂട്ടി അല്ല അത്. അത് അയാൾ സ്വന്തം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അല്ല, ഭഗവാൻ ഓരോരുത്തർക്ക് കൊടുത്തൊരു ഡ്യൂട്ടിയാണ്. അതല്ല അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം, അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. അത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാന്റെ ഒരു ഹാൻഡ് അല്ലെങ്കിൽ ഒരു കൈ അതിൽ വേണം, എന്നാലേ ആ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു കർമ്മം ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതില് നമ്മൾ ഭഗവാനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ് ആയിരിക്കില്ല. അതൊരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ ഒരു ഹാഫ് ഫിൽഡ് ആയിട്ട് അത് നിൽക്കുകയേ ചെയ്യുള്ളൂ. നമ്മള് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ ഭഗവാനായിട്ടുള്ള കണക്ഷൻ വിടാതെ നോക്കണം, അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മളൊരു കർമ്മയോഗിയാവുള്ളൂ. കർമ്മയോഗത്തിലൂടെ മാത്രമാണ് അതിലേക്കൂടെയാണ് നമുക്ക് ഭഗവാനിൽ എത്താനും പറ്റുള്ളൂ. പക്ഷെ ചില ആൾക്കാരുണ്ട് കർമ്മത്തില് മാത്രം ഭഗവാനെ എത്തുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞത് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, ഒരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ അത് നിൽക്കും. അപ്പൊ ഈ സെയിം തന്നെ ഭഗവത്ഗീത 2nd ചാപ്റ്ററിൽ 47th ശ്ലോകം പറയുന്നുണ്ട്. കർമ്മണ്യേവാതി കാര്യസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭുർമാ തേ സംക്വസ്ത കർമ്മണി. You have a right to perform your prescribed duty, but you are not entitled to the fruits of action. Never consider yourself as the cause of the results of your activities and never be attached to not doing your duty. നമ്മൾക്ക് തന്നിരിക്കുന്ന കർമ്മങ്ങളുടെ ഇതിൽ പറയുന്നത് തന്നെ നമ്മൾ ഒന്നിനെയും റിട്ടേൺ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കരുത് ഒരു കാര്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലും അതൊരു നമ്മളൊരു ഫുൾ ഹാർട്ട് നമുക്ക് എന്തോ ഒരു കിട്ടണം എന്നുള്ളൊരു എയിമോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഫുൾഫിൽനെസ് നമുക്ക് അതിൽ കിട്ടത്തില്ല, അതിന്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവത്തില്ല. ഭഗവാനും അതല്ല പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും നമ്മള് ഭഗവാൻ തന്ന ഡ്യൂട്ടിയായി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അത് നമുക്ക് തന്നൊരു സാധനം നമ്മൾ തിരിച്ചേൽപ്പിക്കുന്നത് എങ്ങനെ? കാരണം നമ്മൾ ആ സ്വന്തം അല്ലല്ലോ എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. എന്നാലും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടും ഇത് തന്നെയാണ്, ഭഗവാനിലേക്ക് എങ്ങനെ എത്തും, അല്ലെങ്കിൽ എന്റെ ഭക്തിയാണോ കറക്റ്റ് മോഡ് അല്ലെങ്കിൽ വേറൊരാളുടെ ഭക്തിയാണോ കറക്റ്റ് മോഡ്? അതില് ഭക്തകവി പറയുന്നത് അങ്ങനെയാണ്. ഒരാള് ജപിക്കുകയും സങ്കീർത്തനം പാടുകയും അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നതും അതിനേക്കാൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളത് കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടി നിന്നൊരു സത്സംഗത്തിലൂടെ ചെയ്യുമ്പോൾ അതാണ് ഭഗവാൻ ഇഷ്ടവും. കുറച്ചും കൂടി പവർഫുൾ ആവുന്നതും ഒരു സത്സംഗത്തിലേക്കൂടി ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഭഗവാന് കുറച്ചും കൂടി അതിൽ താല്പര്യം കൂടുതലാണ്. പിന്നെ ആൾക്കാർ വറീഡ് ആവുന്നതും അതിനെ കുറിച്ചാണ്. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും കറക്റ്റ് അല്ലേ എന്ന രീതിയിലാണ്. അത് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഭഗവാനെ ഓഫർ ചെയ്യുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും എല്ലാപ്പോഴും നമുക്ക് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ എന്നാലും പറ്റുന്നത്രയും ട്രൈ ചെയ്യണം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭഗവാനും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡപ്പായി നിൽക്കും. അല്ലാതെ അതിനെക്കുറിച്ച് വറീഡായി നമ്മൾ അതിന്റെ പാത്ത് വേറൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതില് നാരദ മഹർഷി പല ഭക്തർക്കും, ശ്രേഷ്ഠനായ പല ഭക്തർക്കും ഒരു എൻഡ് പോയിന്റിൽ
ചെറിയ ഒരു എന്താ പറയുന്നത് ഒരു ഇമോഷൻ, അതായത് ഒരു ഈഗോ വരും. എൻ്റെ ഭക്തി വളരെ വലിയതായിട്ടാണ്. ഭഗവാൻ അവിടെ ഇടപെടും. അവരെ പനിഷ്മെന്റ് കൊടുക്കാനല്ല, പക്ഷേ അവർക്ക് ഉപദേശിക്കാൻ, അവരെ ഓർമ്മിപ്പിക്കാൻ, റിമൈൻഡ് ചെയ്യാനാണ്. അത് പാടില്ല. അപ്പം നമ്മൾ ഭക്തിയിലേക്ക് വരുമ്പം ആദ്യം വരേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭക്തിയുത സേവനം അസൂയാരഹിതമായിരിക്കണം. അപ്പൊ അവിടെ ഞാനാണ് ശ്രേഷ്ഠനായ ഭക്തൻ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി. അവിടെയാണ് അർജുനന് സംഭവിച്ചത്. അർജുനന് കാണിച്ചു കൊടുത്തു. അതുപോലെ വില്യമംഗലം പലപ്പോഴും പറയാറുണ്ട്, വില്യമംഗലത്തിന് കാണിച്ചു കൊടുത്തു. വില്യമംഗലം വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ ആ കാലഘട്ടത്തിൽ. അല്ല, വില്യമംഗലത്തെക്കാൾ വലിയ ഭക്തി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറൂരമ്മയാണ്. കുറൂരമ്മയുടെ ഭക്തിയോടെയാണ്, കുറൂരമ്മയോടെ എന്നല്ല പറഞ്ഞത്, കുറൂരമ്മയുടെ ഭക്തിയോടാണ് എന്ന് ഭഗവാൻ അവിടെ കാണിച്ചു കൊടുത്തു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി അതിനകത്ത് ഒരു അഡീഷണൽ പോയിന്റ്സ്, ആരോടാണ് ഭഗവാൻ ഇഷ്ടം, ഈ ഒരു ശ്ലോകം കൂടെ കോട്ട് ചെയ്യാം. ഭഗവത്ഗീത 6-ാമത്തെ ചാപ്റ്റർ 47-ാമത്തെ ശ്ലോകം. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാംസ മേ യുക്തതമോ മതഃ. ഭഗവാന്റെ അഭിപ്രായം പറയുകയാണ്, യോഗികളിൽ വെച്ച് ഏറ്റവും വലിയ യോഗി ആരാണ്? എടുത്തോ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേ യുക്തതമോ മതഃ. കീർത്തന അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ച്. ഹരേ കൃഷ്ണ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പം ആരോടാണ് ഭഗവാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഭഗവാൻ ക്ലിയർ ആയിട്ട് ഭഗവാൻ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. ഈ ശ്ലോകമാണ് എടുത്തു പറയേണ്ടത്. മറ്റു ശ്ലോകങ്ങൾ ഒരുപാട് കേട്ട് സതതം കീർത്തി എന്തോമാം അഹം സർവസ്യ പ്രഭവോ മയത്യക്ഷേണ, ഇതൊക്കെ എടുക്കാം. പക്ഷേ അനന്യ ചിന്തയന്തോമാം ഇതൊക്കെ എടുക്കാം. പക്ഷേ ദിസ് ഈസ് മൈ ഒപ്പീനിയൻ എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അത് 6th ചാപ്റ്ററിൽ 47th ശ്ലോകം. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. ഇതാണ് എന്റെ അഭിപ്രായം. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ, പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി വിത്തൗട്ട് എനി ഗ്യാപ്പ്, എനി ബബിൾസ്, എയർ ബബിൾസ്, വിത്തൗട്ട് എനി എയർ ബബിൾസ്, എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും എന്ന്. ഇതാണ് എന്റെ അഭിപ്രായം. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. പിന്നെ വേറെ ശ്ലോകം പറഞ്ഞു, എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് എല്ലാവർക്കും, അതാണ് ഇഷ്ടം. ഏത് ശ്ലോകമാണ്? ഭാഗവത്തില് അവസാനത്തെ ശ്ലോകം നിർത്തുന്നതാണ്. ഭാഗവത്തിന്റെ അവസാനത്തെ ശ്ലോകം വന്ന് നിർത്തുന്നതാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സന്നമാമി ഹരിം പരം. അവിടെ ഹരിം പദം, അവിടെ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. നാമസങ്കീർത്തനം എങ്ങനെയുള്ള നാമസങ്കീർത്തനം? കോൺഗ്രിഗേഷണൽ ചാൻഡിങ്, കൂട്ടായി ഇരുന്നുള്ള നാമസങ്കീർത്തനം. അപ്പൊ ഈ 2 പോയിന്റ് ഓർമ്മിച്ചു വെക്കുക. ഹരേ കൃഷ്ണ. വീണ്ടും വളരെ സന്തോഷം. ഇതിനകത്ത് നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അല്ല, ഭഗവാനാണ് ഡ്യൂട്ടി തന്നിരിക്കുന്നത്. എക്സാക്ട്ലി, വെരി ഗുഡ് പോയിന്റ്, വാലിഡ് പോയിന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ അതിനെ എത്രത്തോളം നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹം നമ്മളാണ്, കുടുംബം ഏറ്റവും നല്ലതുപോലെ കൊണ്ടുപോകുന്നതിനാൽ ഈ മനുഷ്യ സമൂഹമാണ് ഈ കുടുംബ ബന്ധത്തെ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ കൊണ്ടുപോകുന്നതായിരിക്കും ഒരുപക്ഷെ മനുഷ്യൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല, അത് തെറ്റാണ്. വേഴാമ്പലിനെ കണ്ടിട്ടുണ്ട്. വേഴാമ്പല്
പെൺവേഴാമ്പല് മുട്ടയിടാറാവുമ്പം ഒരു കൂട് കൂട്ടി അതിനകത്ത് കയറിയിരിക്കും. അതിനകത്ത് കയറിയിരിക്കുമ്പം ഈ വേഴാമ്പലിന് ആഹാരം കൊടുക്കുന്നത് ആൺവേഴാമ്പല് ദൂരെ പോയി ആഹാരം ശേഖരിച്ചു കൊണ്ട് കൊക്കിൽ കൊണ്ടുവന്നിട്ട് ഈ വേഴാമ്പലിന് കൊടുക്കും. പെൺവേഴാമ്പലിന് അകത്തോട്ട് കൊക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ മുട്ട വിരിയുന്നത് വരെ, കുഞ്ഞുങ്ങളാകുന്നത് വരെ പെൺവേഴാമ്പൽ പുറത്തോട്ട് വരത്തില്ല. ഒരു സമയം പോലും ആഹാരത്തിന് അല്ലല് വരുത്താതെ ഈ ആൺവേഴാമ്പല് ഈ ആഹാരം കൊണ്ട് കൊടുക്കും പെൺവേഴാമ്പൽ. എത്ര ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഭാര്യ-ഭർതൃബന്ധത്തിന്റെ. അതുപോലെ ഈ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചു തുടങ്ങും. അപ്പൊ കുഞ്ഞുങ്ങള് ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ഈ ആൺവേഴാമ്പല് കൊണ്ടു കൊടുക്കുന്ന ആഹാരം തികയത്തില്ല. അപ്പോഴ് ഈ പെൺവേഴാമ്പലും കൂടി പുറത്തോട്ട് വരും. എന്നിട്ട് ഈ ആൺവേഴാമ്പലും പെൺവേഴാമ്പലും രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിട്ട് ആഹാരം കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. എന്റെ കുഞ്ഞുങ്ങൾ അവിടെ വിശന്നിരിക്കുകയാണല്ലോ എന്നുള്ളത് ഈ അച്ഛനും അമ്മയുമായി ഈ വേഴാമ്പൽ പക്ഷികൾ ആലോചിക്കുകയും അവർ എവിടേക്കോ പോയിട്ട് എങ്ങനെയൊക്കെയാണെങ്കിലും ആ സമയം തെറ്റിക്കാതെ ആഹാരം കൊണ്ടുവന്നു കൊടുക്കും. എത്ര ഉദാത്തമായ കുടുംബ ബന്ധം, മാതാപിതാക്കളും ഭാര്യ-ഭർതൃബന്ധം, കുട്ടികളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ മനുഷ്യർ മാത്രമല്ല, ജന്തു സമൂഹത്തിലും ഈ ഒരു കുടുംബ ബന്ധവും അറ്റാച്ച്മെന്റും എല്ലാം ഉണ്ട്. അപ്പം അവിടെയല്ല ജീവിതം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യൻ മനസ്സിലാക്കണം. അവിടെയാണ് പ്രഭുപാദൻ എപ്പോഴും പറയുന്നത്, ആടിനെയും പൂച്ചയെയും പോലല്ല നമ്മൾ, നായയെയും പോലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇതെല്ലാം എല്ലാ കാറ്റഗറിയിലും എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. 84 ലക്ഷം ജീവസമൂഹത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ നീ ആരാണ്, നിന്റെ കർമ്മം എന്താണ്, നിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, നിനക്ക് തന്നിരിക്കുന്ന ജോലി ആരാണ് ആത്യന്തികമായിട്ട് തരുന്നത്, നിനക്ക് ആർക്കാണ് ആത്യന്തികമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുകയും അവിടെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ട് ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യാം. ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല, ബുദ്ധി കൊണ്ട് ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാം. അവിടെയാണ് ജ്ഞാനയോഗം വരുന്നത്. ആ ജ്ഞാനയോഗത്തിൽ കടക്കുന്നതിന് മുമ്പിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദന, നന്ദി, താങ്ക് യു. നമ്മൾ പ്രഹ്ലാദൻ ചേട്ടനെ സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിന്ന് 3-ാം അധ്യായത്തിലെ കർമ്മയോഗത്തെ പറ്റി പറയുകയാണ്. ഇപ്പോ കർമ്മയോഗം 2-ാം അധ്യായത്തിൽ തുടങ്ങുന്നുണ്ട്. ഇപ്പോ 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് ജ്ഞാനയോഗത്തെ പറ്റിയും കർമ്മയോഗത്തെ പറ്റിയും പറയുന്നുണ്ട്, വിവരിക്കുന്നു. കർമ്മം രണ്ട് തരത്തിലാണ്. പാരമാർത്ഥിക കർമ്മം അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻ. രണ്ടാമത്തത് വ്യാവഹാരിക കർമ്മം. ഈ ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നു, അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നു, അതെങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. ഈ വ്യാവഹാരിക കർമ്മം എന്ന് പറഞ്ഞാല് ഇപ്പം ഒരാൾ പഠിച്ചിട്ട് പോയി ചെയ്യുന്ന ഒരു കർമ്മം. അപ്പൊ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കോ ആരായാലും ശരി തന്നെ അവർ പോയി പഠിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു കർമ്മത്തിനെയാണ് വ്യാവഹാരിക കർമ്മം. അപ്പോ ഈ കർമ്മയോഗം, ഇപ്പോ നമ്മൾ കർമ്മയോഗത്തെ പറ്റി പറയാം. അപ്പൊ കർമ്മയോഗം ഇത് എവിടെ നിന്ന് വന്നു, എന്താണ് ഈ കർമ്മയോഗം, എന്തിനാണ് കർമ്മയോഗം? ഈ ഒരു കാര്യത്തെ പറ്റി നമുക്ക് പറയാം. അപ്പൊ ഈ കർമ്മയോഗം എവിടെ നിന്ന് വന്നു വെച്ചാൽ, ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്ന് കർമ്മയോഗത്തെ പറ്റി നമ്മൾ കേൾക്കുന്നത്.
പക്ഷെ ഇത് ഭഗവാൻ തന്നെ ആവിഷ്കരിച്ച ഒരു പദമല്ല, പുതുതായിട്ട് ആവിഷ്കരിച്ചു വന്നതല്ല കർമ്മയോഗം. ഇത് ഈ വേദത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു പദമാണ് ഈ കർമ്മയോഗം. അപ്പോ അതിന് നമ്മൾ പറയുന്നുണ്ട് 3-ാം അധ്യായം 15 കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിൽ എന്നും കുടികൊള്ളുന്നു. ഇനി ഈ കഴിവിനനുസരിച്ച് ഒരാളിപ്പോ ഒരു കർമ്മം ചെയ്യുക, അയാളുടെ കഴിവിനനുസരിച്ച് ആവശ്യം ചെയ്യുന്ന ഈ കർമ്മങ്ങള് അത് ഫലിക്കുകയും ഫലിക്കാതിരിക്കുകയും ചെയ്യും. ഒരു കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോ അത് നല്ലതുപോലെ ഫലിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫലിക്കുന്നില്ല. ഫലിക്കുമ്പോഴും അത് ഫലിക്കാതിരിക്കുമ്പോഴും ഒരു മടുപ്പും ഇല്ലാതെ, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഫലിക്കുമ്പോൾ അത് ഒരു മതിപ്പും ഫലിക്കാതിരിക്കുമ്പോൾ ഒരു മടുപ്പും, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഈ കർമ്മയോഗം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ, കർമ്മയോഗം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ആ കർമ്മയോഗത്തിന്റെ ഒരു മഹിമ നമുക്ക് മനസ്സിലാകുന്നതും അതിന്റെ ഉപയോഗവും നമുക്ക് മനസ്സിലാകും. ഈ അധ്യായം 3-19 നോക്കാം. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാത്മോതി പുരുഷ. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. ഹരേ കൃഷ്ണ. കഴിഞ്ഞോ? ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. തീർച്ചയായിട്ടും പ്രഹ്ലാദൻ ചേട്ടൻ എന്തായിരുന്നു നല്ലോണം പ്രിപ്പയർ ചെയ്തു. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം നിഷ്കാമ കർമ്മത്തിലാണ് ചേട്ടൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ആ നിഷ്കാമ കർമ്മം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നത്. അവിടെയാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. കർമ്മം യോഗം, അതായത് നമ്മുടെ കർമ്മത്തെ കർമ്മബന്ധനങ്ങളിൽ നിന്ന്, കാർമിക് റിയാക്ഷനിൽ നിന്ന്, each and every action is having equal reaction. അപ്പൊ ആ റിയാക്ഷൻ ഒരുപക്ഷെ വളരെ വലുതായിരിക്കും, സ്ഫോടനാത്മകമായ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ആ സ്ഫോടനാത്മകമായ റിയാക്ഷൻ നമ്മളെ ചിലപ്പം തെറിപ്പിച്ചു കളയും. അപ്പൊ അതിൽ നിന്ന് മുക്തിയോടെ ചെയ്ത് അത് ഏശാതെ നമ്മൾ ആക്ഷൻ എങ്ങനെ ചെയ്യും, അവിടെയാണ് കർമ്മയോഗമായിട്ട് മാറുന്നത്. ഭഗവാനെ സമർപ്പിച്ച് ചെയ്യും. അപ്പൊ അവിടെ ന്യൂട്രലായിട്ട് മാറും. റിയാക്ഷൻസ് സ്ഫോടനാത്മകമായിട്ടൊന്നും വരത്തില്ല, അത് ന്യൂട്രലായിട്ട് മാറും. അപ്പൊ അങ്ങനെ വരും. അതിനെ എങ്ങനെ നിഷ്കാമ ഭക്തിയോടെ ചെയ്യണം, എന്താണ് നിഷ്കാമം എന്നുള്ളതാണ് ജ്ഞാനയോഗത്തിൽ ശ്രേഷ്ഠരായ ഒരു കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി ശ്രേഷ്ഠരായ ആചാര്യന്മാരെ റിയലൈസ് ചെയ്തിട്ട് വിത്ത് എക്സ്പീരിയൻസ്. നേരത്തെ നാരദ മഹർഷിയെ കുറിച്ച് പറഞ്ഞു. നാരദ മഹർഷി തന്നെയാണ് ഏറ്റവും പരമശ്രേഷ്ഠനായ നാരദ മഹർഷി ആയതുകൊണ്ടാണ്, ഏറ്റവും വലിയ ഭക്തനായതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ. ഏറ്റവും ചെറുതല്ല നാരദ മഹർഷി, ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനായതുകൊണ്ടാണ് ആ ശ്രേഷ്ഠനായ ഭക്തനിലൂടെ തന്നെ ഭഗവാൻ ഓരോ ഉദാഹരണവും കാണിക്കുന്നത്. അതായത് നാരദ മഹർഷി ചെറുതായത് കൊണ്ടോ ഇമോഷൻ പാൺസീവോ ഉണ്ടായത് കൊണ്ടോ അല്ല. അത് നമ്മൾ നോട്ട് ദ പോയിന്റ്, അവിടെയാണ് ചെയ്യേണ്ടത്. നാരദ മഹർഷി ഭക്തരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനാണ്. പക്ഷെ ആ ശ്രേഷ്ഠനായ ഭക്തനിലൂടെ മാത്രമേ പല ഉദാഹരണങ്ങളും ഭഗവാൻ കാണിച്ചു കൊടുക്കുകയും, എങ്കിൽ മാത്രമേ സാധാരണപ്പെട്ടവരെ അത് മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്
വ്യാസമഹർഷി 18 പുരാണങ്ങളെല്ലാം രചിച്ചിട്ട് വ്യാസമഹർഷി വളരെ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ വരുന്നത്. അപ്പൊ അവിടെ നാരദ മഹർഷി വ്യാസമഹർഷിയെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് പറയുന്ന ശ്ലോകമാണ് നാരദ ഉവാച പരാശര്യ മഹാഭാഗ ഭവത കച്ചിദാത്മന പരുദുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവ. വേദങ്ങളെല്ലാം രചിച്ചു, പക്ഷേ വ്യാസമഹർഷിക്ക് ഒരു സന്തോഷം വരുന്നില്ല. അപ്പൊ അവിടെ നാരദ മഹർഷി പറയുകയാണ്, പരാശരസുതനായ വ്യാസദേവനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദേവർഷി നാരദൻ ചോദിക്കുകയാണ്, ആരാഞ്ഞു, ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ആത്മസാക്ഷാത്കാര വിഷയമായി തിരിച്ചറിഞ്ഞുകൊണ്ട് താങ്കൾ സംതൃപ്തനാണോ? അപ്പം ജീവിതത്തിൽ ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, താങ്കൾ സംതൃപ്തനാണ്? ഇത്രയും ജോലി നിങ്ങൾ ചെയ്തു, ഒന്നുമല്ല. ഈ വേദങ്ങൾ 4 വേദങ്ങൾ രചിച്ചു, കമ്പൈൽ ചെയ്തു, പുരാണങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി, എന്നിട്ടും അങ്ങ് സംതൃപ്തനാണോ എന്നൊരൊറ്റ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ജീവിതത്തിൽ എന്താണ് എങ്ങനെ സംതൃപ്തി നേടാമെന്ന് നാരദ മഹർഷി ആദ്യമായിട്ട് വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സാക്ഷാൽ ഭഗവാനെ പ്രത്യക്ഷമായി ആരാധിക്കുക, സാക്ഷാൽ ഭഗവാനെ പ്രത്യക്ഷമായി വിളിക്കുക. ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണ എന്ന് പേരിട്ട് വിളിക്കുക. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാം പരിപൂർണമായി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് കുറച്ച് മാത്രമേ അല്ലെങ്കിൽ കൂടിയും ഭഗവാന് സമർപ്പിക്കുക. സൂർദാസ് കബീർദാസ് കേട്ടിട്ടില്ലേ? സൂർദാസ് കബീർദാസ് കേട്ടിട്ടുണ്ടോ? അതെ, കേട്ടിട്ടുണ്ട്. കുട്ടികൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കബീർദാസിനെയും സൂർദാസിനെയും കുറിച്ചൊക്കെ. നമ്മള് ഗ്രാജുവേഷനിലോട്ടൊക്കെ പോകുമ്പോഴത്തേന് നമുക്ക് അവരുടെ ദോഹ പഠിക്കാനുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് രണ്ടുപേരെ വീണ്ടും ഒരാളെ, വിജില മാതാജി ഹരേ കൃഷ്ണ, ശ്രീഹരിയാണോ വന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. ഓക്കെ, വീഡിയോയിൽ വരാം. ഓക്കെ, നന്ദന കീർത്തന, അഭിരാമി, ഇവരൊക്കെ കബീർദാസിനെ സൂർദാസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സ്കൂൾ ക്ലാസ്സുകളിൽ ഒന്നും പാഠ്യവിഷയമായിരുന്നില്ല, സിലബസിലൊന്നും ഇല്ലായിരുന്നു. ഒരു കാലഘട്ടത്ത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരായിരുന്നു നമ്മുടെ ഭക്ത മീര. കേട്ടിട്ടില്ലേ? മീരാജി കേട്ടിട്ടില്ലേ? മീരാജിയെ പോലെയൊക്കെ ഏറ്റവും ശ്രേഷ്ഠരായ ഭക്തരായിരുന്നു. എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഭഗവാന്റെ പദങ്ങൾ മാത്രമേ നാവിൽ വരികയുള്ളൂ. അതുപോലെ ഒരു ഭക്തനായിരുന്നു, ഒരു കവിയായിരുന്നു റായിദാസ്. ഞാനിപ്പോൾ പറയാൻ കാരണം, CBSE സിലബസിൽ 9ാം ക്ലാസ്സിൽ ഇത് ഈ പാട്ട് പഠിക്കാം. റായിദാസ്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഓപ്ഷൻ എടുത്തവർക്കാണുള്ളത്, ഹിന്ദിനകത്തുള്ളത് അല്ലേ? കീർത്തന കേട്ടിട്ടുണ്ടോ? റായിദാസ് മലയാളമാണ് റായിദാസ്. അപ്പം ആ റായിദാസ് ഏറ്റവും വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം പറയുന്നത്, ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം തൻ്റെ മനസ്സിൽ ഭഗവാനുണ്ട്, എല്ലാവരെയും സർവസ്യ ചാഹം കൃത സന്നിവിഷ്ടു. ഒരാളെ കാണുമ്പോൾ ആ ഹൃദയത്തിൽ ഭഗവാനുണ്ട്, ആ കരുണയാണ് കാണിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, പ്രഭുജി തും ചന്ദനേ ഹം പാനി. പ്രഭു ശ്രീരാമചന്ദ്രോ, ഭഗവാനെ അങ്ങ് ചന്ദനമാണ്, പക്ഷെ ഞങ്ങൾ വെറും വെള്ളമാണ്. ആ ചന്ദനം എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഈ വെള്ളത്തിൽ എനിക്ക് ചാലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും പറയുന്നതാണ്, വീണ്ടും പ്രഭുജി തും ധൻബൻ ഹം മോര. ധൻബൻ എന്ന് പറയുമ്പം മേഘമാണ്, മോര മയിൽ. എനിക്ക് പീലി വിടർത്തണം, പക്ഷേ
ആകാശത്ത് മേഘങ്ങൾ വന്നെങ്കിൽ മാത്രമേ മയിലിന് പീലി വിടർത്താൻ പറ്റുകയുള്ളൂ. പ്രഭു, അങ്ങ് മേഘമാണ്, ഞങ്ങൾ മയിലാണ്. നമുക്ക് എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം നിറവേറ്റണമെങ്കിൽ ഭഗവാനെ അത് അങ്ങ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പീലി ഉണ്ട്, പക്ഷെ ഈ പീലി വിടരണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങാകുന്ന മേഘം ആകാശത്ത് വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. പറഞ്ഞു നിർത്തുകയാണ്, ഇടയ്ക്കൊരുണ്ട് പറഞ്ഞു നിർത്തുകയാണ്. പ്രഭുജി തും സ്വാമി ഹം ദാസായി. ശ്രീരാമചന്ദ്ര പ്രഭു, ഭഗവാനെ അങ്ങ് പരമകാരുണ്യവാനാണ്, പരമോന്നതനാണ്, ഞങ്ങള് അവിടുത്തെ സർവന്റാണ്, ദാസന. മനോഹരമായ ഒരു ശ്ലോകമാണ്, പദ്യമാണ്. വെറുതെ ആണെങ്കിൽ കൂടി, പഠിക്കാനില്ലെങ്കിൽ കൂടി അത് പഠിക്കണം. പ്രഭുജി തും ചന്ദൻ ഹം പാനി ജാക്കി അംഗ് അംഗ് ബാസ് ബാസ് സമാനി. പ്രഭുജി തും ചന്ദൻ ഹം പാനി ജാക്കി അംഗ് അംഗ് ബാസു സമാനി. പ്രഭുജി തും ധൻബൻ ഹം മോര ജൈസേ ചിത്രവത് ചന്ദ് ചകോര. ചകോര പക്ഷിയെ പോലെയാണ് നമ്മൾ. പ്രഭുജി തും ദീപ ഹം ബാക്കി. അങ്ങ് പ്രകാശമാണ്, പക്ഷെ ഞാൻ വെറും തിരി മാത്രമേ ഉള്ളൂ. അങ്ങ് വന്നെങ്കിൽ മാത്രമേ ഈ തിരി കത്തത്തുള്ളൂ, പ്രകാശിക്കത്തുള്ളൂ. ജാക്കി ജ്യോതി ബൈദിൻ രാത്തി. രാവും പകലും അങ്ങ് തന്നെയാണ്. പ്രഭുജി തും മോത്തി ഹം ധാഗ ജൈസേ മോനഹിം മിൽത്തി സുഹാഗ. അങ്ങനെ റായിദാസ് വളരെ മനോഹരമായിട്ട് കബീർദാസിനെ പോലെ, സൂർദാസിനെ പോലെ, ഭക്തമീരയെ പോലെ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ. നോക്കൂ, അതിനകത്ത് മറ്റൊരു സൈഡ് എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരെ ആരെയും നമ്മൾ ഓർമ്മിക്കുന്നില്ല. അതേസമയം നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് ഇവരുടെ ആ ഒരു ഡിവോഷണൽ, ആ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പം ലോകത്തെല്ലാ ജനങ്ങളും ഇവരെ കുറിച്ച് വീണ്ടും ഭഗവാന്റെ ഭക്തരെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് ആമി 7th ചാപ്റ്റർ ഫുൾ ഇന്ന് വായിക്കും, കാണാതെ, ബൈ ഹാർട്ട്. ആമിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. हरे कृष्ण। श्री भगवान उवाच मय्या सक्तमना पार्थ योगं युज्यन्मदाश्रयः असंशयं समग्रं मां जिज्ञाससि तत्शृणु ज्ञानं तेऽहं सविज्ञानं സൂര്യമാതാജി ഇടയ്ക്ക് വായിക്കുന്നത് ഒന്ന് വളരെ ചെറുതായിട്ട് വായിക്കാം. കാര്യം ആമി വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഹരേ കൃഷ്ണ. ഓക്കെ. मनुष्याणां सहस्रेषु कश्चित् यदति सिद्धये यततामपि सिद्धानां कश्चिन् मां वेदि तत्त्वतः भूमिरापो अनलो वायो खं मनो बुद्धिरेव च अहङ्कारमिति यं मे भिन्ना प्रकृतिरस्तदा अपरेयमिदस्त्वन्यं प्रकृतिं विद्धि मे परं जीवभूता महाबाहो ययेधं ध्रायते जगत् एतद्योनीनि भूतानि सर्वाणि विपदारय अहं कृष्णस्य जगदा प्रभव प्रलयस्तदा मत्तः परतरं नान्यत् किञ्चिदस्ति धनञ्जय मयि सर्वमिदं प्रोतं सूत्रे मणिगणा इव रसोऽहमप्सु कौन्तेय प्रभास्मि सूर्ययो प्रणवः सर्ववेदेषु शब्दखे पौरुषं नृषु पुण्यो खिन्दा पृथ्वीयां च तेजश्चास्मि विभाववसु जीवनं सर्वभूतेषु तपश्चास्मि तपस्विषु बीजं मम सर्वभूतानां विद्धि पार्थ सनातनं बुद्धिर्बुद्धिमतामस्मि तेजस्तेजस्विनमहं बलं बलवदं चाहं कामरागाविवर्जितं धर्मविरुद्धो भूतेषु कामोऽस्मि भरतर्षभ यचैव सात्विका भावा राजसास्तामश्चाश्च ये मत्त एवेदि तान् विद्धि न त्वां देषु ते मयि त्रिपुर्गुणमयैर्भावैरेवे सर्वमिदं जगत् मोहिता नाभिजानाति मामेभ्यः परमव्ययं देवी हेषा गुणमयी मम माया धुरत्यया ममेव
ये प्रपद्यन्ते मायामेदं तरन्ति ते न मां दुष्कृतिनो मूढा प्रपद्यन्ते नराधमाः मायया अपहृतज्ञान आसुरं भावमाश्रिताः चतुर्विधा भजन्ते मां ज्ञानसुकृतिनो अर्जुन आर्तनिज्ञासुरार्तार्थी ज्ञानी च भरतर्षभ तेषां ज्ञानी नित्ययुक्त एकभक्तिर्विशिष्यते प्रियो हि ज्ञानिनो अत्रैतम् अहं सा च मम प्रिया उदैर सर्व एवेथे ज्ञानी त्वामेव मे मदम् अस्ति तासा हि युक्ता मामेवानुत्तमं गतिम् बहुनां जन्मनामन्ति ज्ञानवान् मां प्रपद्यते वासुदेवा सर्वमिति सहमात्मासु दुर्लभाः कामैस्तैस्ते हृदज्ञाना प्रपद्यन्ते अन्यदेवताः तं नियममास्ताय प्रगत्या नियता स्वयाः यो यं तनुं भक्ता श्रद्धया चितुमिच्छति तस्य जलं श्रद्धां तमेवाविददाम्यहं सदा या श्रद्धया युक्तस्तस्य धरणमीहते लभते च तदा कामान् मेवाविहितं हितम् अन्तवत्तु फलं तेषां तद्भवति अल्पमेधसं देवान् देवयजो यन्ति मद्भक्ता यन्ति अव्यक्तं व्यक्तिमापन्नं मन्यन्ते माम बुद्धयः परं भावमजानन्तो ममाव्यायम् अनुत्तमम् अहं प्रकाश सर्वस्य योगमाया समावृतः मूढोऽयं न जानन्ति लोको मामजमव्ययम् वेदाहं समधीतानि वर्तमानानि चार्जुन भविष्यानि च भूतानि मम तु वेद न कश्चन इच्छद्वेषा समुत्वेन द्वन्द्वमोहेन भारत सर्वभूतानि सम्मोहं सर्गे यान्ति परन्तप येषां त्वन्तगतं पापं जनानां पुण्यकर्मणं ते द्वन्द्वमोहनिर्मुक्ता भजन्ते मां दृढागतः जरामरणमोक्षाय मामाश्रितयन्ति ये ते ब्रह्म तद्विदु कृष्णम् अध्यात्मं कर्मचालिकं साधिभूतादिदैवं मां साधियज्ञं च ये विदु प्रयाणकाले अपि च मां ते विदुर्युक्तचेतसाः हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു. സന്തോഷം. താങ്ക് യു. ഇതുപോലെ എല്ലാവരും ശ്ലോകങ്ങൾ അറിയാം, ചിലർക്ക് കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതേപോലെ വന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മെസ്സേജ്, ഞാൻ ഇന്ന് ഈ ശ്ലോകം വായിക്കും, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കാണാതെ ചൊല്ലാം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഇത്ര ശ്ലോകങ്ങൾ ഞാൻ കാണാതെ ചൊല്ലാം എന്ന് ഒരു മെസ്സേജ് എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷവും നമ്മൾ ഇരിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടായി. ഹരേ കൃഷ്ണ. സത്യം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ സുഷിം പ്രൂവിലോട്ട് വരുന്നതിന് മുമ്പിട്ട് ജ്ഞാനയോഗത്തിന്റെ ഹരേ കൃഷ്ണ സുഷിം പ്രൂവിലോട്ട് വരുന്നതിന് മുമ്പിട്ട് ജ്ഞാനയോഗത്തില് നമ്മൾ അടുത്ത ആഴ്ച പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 4-ാമത്തെ അധ്യായം. അവിടെയാണ് ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുനനെ തിരഞ്ഞെടുക്കുന്നതെന്നും എന്തിനാണ് ഭഗവാൻ വന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ ജ്ഞാനം കൊടുക്കുകയാണ് കർമ്മമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ആ അധ്യായത്തെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭഗവാനെ കുറിച്ചുള്ള, അതായത് കൃഷ്ണനെ കുറിച്ച് അറിയേണ്ട അതീന്ദ്രിയ ജ്ഞാനം. ആദ്യത്തെ 15 ശ്ലോകങ്ങൾ അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ചിട്ടാണ്. പിന്നെ ഒരു നിഷ്കാമ യോഗി എങ്ങനെ ആയിരിക്കണം, ആരായിരിക്കണം എന്നുള്ള നിഷ്കാമ യോഗിയെ കുറിച്ചിട്ടാണ് 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. നിഷ്കാമയോഗി. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന 25 മുതൽ 42 വരെ ശ്ലോകങ്ങള് ത്യാഗത്തെ കുറിച്ചിട്ടാണ്, ജ്ഞാനത്തെ കുറിച്ചിട്ടാണ്. സാക്രിഫൈസ് ആൻഡ് ജ്ഞാനം. ഫസ്റ്റ് 15 ശ്ലോകം transcendental knowledge about Krishna. Then 16 to 24 action of a nishkama karma yogi. നിഷ്കാമ കർമ്മയോഗി ആരായിരിക്കണമെന്നുള്ളത്. And 25 to 42 സാക്രിഫൈസ് ആൻഡ് ജ്ഞാനം, ത്യാഗവും അറിവും ഇതിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് നോട്ട് ദ പോയിന്റ്. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. സുശീം പ്രഭു ഇന്ന് വളരെ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷനായിരുന്നു ഇന്ന്. വളരെ വിശദമായിട്ട് എന്നേക്കാൾ ഭംഗിയായി മനസ്സിലാവുന്ന രീതിയിൽ നന്ദനയും പ്രഹ്ലാദൻ ചേട്ടനും ഒക്കെ പറയുകയും അതുപോലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ കാണാതെ എല്ലാ ശ്ലോകങ്ങൾ ഉരുവിടുകയും ജപിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്ന 3 പേർക്കും വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. ഒപ്പം ഗുരു മഹാരാജന് സമർപ്പിക്കുന്നു. സുശീം പ്രഭു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. പ്രകാശ് പ്രഭു, ഹാപ്പി ബർത്ത്ഡേ. ശില്പ മാതാജി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു അവർകൾ സന്തോഷം, സ്വാഗതം. ശ്രേഷ്ഠരായ ആൾക്കാരുടെ പിറന്നാളുകൾ ആസ്വദിക്കുമ്പോൾ ആ ക്ലാസ്സിൽ പോസിറ്റീവ്. ഹരേ കൃഷ്ണ. അപ്പം വളരെ സന്തോഷം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, കുടുംബത്തിന്റെ സമാധാനം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ മധുരസ്തു. ഒപ്പം എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കാനുള്ളത് സിമ്മിയെ കുറിച്ചിട്ടാണ്. വിഷമമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിലും എന്താണ് ഭഗവാൻ ചിന്തിക്കുന്നതും എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ആ ജീവിതത്തിൽ ഏതൊക്കെ നിലയിലാണെങ്കിലും ആ സമാധാനം നിലനിൽക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ കുടുംബത്തിനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഞാൻ സിമ്മിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, സിമ്മിക്കും സിമ്മിയുടെ കുടുംബത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭഗവാനോട് ജപിക്കാം, പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും കൃഷ്ണ മധുരസ്തു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സുശീൽ പ്രഭു, ഹരേ കൃഷ്ണ പറയൂ. ഹരേ കൃഷ്ണ പ്രഭു. അല്ല പ്രഭു, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞില്ല. സിമ്മി മാതാജി തിരിച്ചു വരുവാണ് ഇന്ത്യയിൽ. അതെ, എന്നെ ജോലി നഷ്ടപ്പെട്ടിട്ട് കുറെ നാളായി.